Dear children, welcome back to my channel. ഇനി നമ്മൾ എക്സസൈസിൽ ചെയ്യാൻ പോണത് എക്സസൈസ് 8-ലാണ്. 8-ലത്തെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. 5th ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യുന്നത്. A VCR and TV were bought for 8,000 rupees each. The shopkeeper made a loss of 4% on the VCR and the profit of 8% on the TV. Find the gain or loss percentage on the whole transaction. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പോലത്തെ പ്രോബ്ലം അല്ല, അത് ഒത്തിരി ഡിഫറെൻ്റ് ആണ്. ടി വി വാങ്ങി, വി സി ആറും വാങ്ങി. ഫോർ എത്രയാ? ₹8,000 ഈച്ച്. ടി വിക്കും 8,000 ആണ്, വി സി ആറിനും 8,000 rupees-ആണ്. രണ്ട് ഒരേ വിലയ്ക്കാണ് വാങ്ങിയത്. ദ ഷോപ്പ് കീപ്പർ മെയ്ഡ് എ ലോസ് ഓഫ് 4% ഓൺ വി സി ആർ. ആ ഷോപ്പ് കീപ്പർ ആ വി സി ആർ സെയിൽ ചെയ്തപ്പോൾ, സെയിൽ ചെയ്തപ്പോൾ ആൾക്ക് 4% ലോസ് പറ്റി. ആൻഡ് എ പ്രോഫിറ്റ് ഓഫ് 8% ഓൺ ടി വി. ടി വി സെയിൽ ചെയ്തപ്പോൾ ആൾക്ക് 8% പ്രോഫിറ്റ് കിട്ടി. എന്നിട്ട് നമ്മളോട് ചോദിച്ചുള്ളത് ഫൈൻഡ് ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റ് ഓൺ ദ ഹോൾ ട്രാൻസാക്ഷൻ. ഹോൾ ട്രാൻസാക്ഷനിൽ ഗെയിൻ ആണോ ഉണ്ടായേ, ലോസ് ആണോ ഉണ്ടായെന്ന് കണ്ടുപിടിക്കണം ആദ്യം. ഒരെണ്ണം ലോസിലാണ് നമ്മൾ സെയിൽ ചെയ്തത്, ഒരെണ്ണം പ്രോഫിറ്റിനാണ് സെയിൽ ചെയ്തത്. നമുക്ക് ടോട്ടലായിട്ടുള്ള ഇതിൽ ട്രാൻസാക്ഷനിൽ ഗെയിൻ ആണോ ലോസ് ആണോ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നോക്കാം. ഫോർ വി സി ആറിൽ ലോസാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ സി പി എത്രയാണ്? ഫോർ വി സി ആർ സി പി is equal to വി സി ആറിലെ സി പി, അതായത് 8,000 rupees-ആണ് ഈച്ച്. രണ്ടിൻ്റെയും വില, വാങ്ങിയിട്ടുള്ള വില 8,000 rupees, 8,000 ആണ്. 8,000 രൂപയാണ് വി സി ആറിൻ്റെ സി പി. ഇനി അതിൻ്റെ പ്രോഫിറ്റ് അല്ല, ലോസ് ആണ് സംഭവിച്ചത്. ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? ലോസ് പെർസെൻറ്റ് ഈക്വൽ ടു 4% ലോസാണ് സംഭവിച്ചത് നമുക്ക്. അപ്പോൾ എസ് പി എങ്ങനെ കണ്ടുപിടിക്കുക? എസ് പി അത് അത്ര രൂപയ്ക്ക് വിറ്റു. 8,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് 4% ലോസ് സംഭവിച്ചിട്ട് അത് എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ എസ് പി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? 8,000 ഇൻറ്റു 4% ലോസ് ആയതുകൊണ്ട് നമ്മൾ എന്താ എഴുതുക? 96/100. 96/100. 400 എന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 96 എന്ന് കിട്ടാം. 96/100 എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 0 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 96 ഇൻറ്റു 8. 96 ഇൻറ്റു 8 എത്ര കിട്ടുക? 8 ഇൻറ്റു 6 48 റിമൈൻഡർ 4. 8 ഇൻറ്റു 9 72 പ്ലസ് 4 76. പിന്നെ അവിടെ ഒരു 0 ഉണ്ട്. നമ്മൾ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, 80 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടിയത്? 7680. 96-നെ 8 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്, 768. ഇവിടെ 80 ആണുള്ളത്. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്രയും റുപ്പീസാണുള്ളത് എന്ത്? ഇതിൻ്റെ എസ് പി. അതായത് വി സി ആർ 8,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് 4% ലോസ് പറ്റിയപ്പോൾ വിറ്റ് എസ് പി എത്ര കിട്ടിയിട്ടുള്ളത്? 7,680 rupees. അത്രയും റുപ്പീസാണ് കിട്ടിയത്. അപ്പോൾ വി സി ആറിൻ്റെ പൈസ നമുക്ക് കിട്ടി, എസ് പി കിട്ടി. ഇനി അതുപോലെ തന്നെ ടി വിയുടെ എസ് പി കണ്ടുപിടിക്കണം. ഫോർ ടി വി അവിടെ സി പി എന്ത് തന്നെയാണ്? സി പി is equal to സി പി എത്രയാണ്? ₹8,000. രണ്ടിനും 8,000 രൂപയ്ക്കാണ് വാങ്ങിയത്. അത് എത്ര രൂപയ്ക്ക് പ്രോഫിറ്റിലാണ് വിറ്റിട്ടുള്ളത്? അത് പ്രോഫിറ്റ് is equal to എത്ര പെർസെൻറ്റാണ്? 8%. പ്രോഫിറ്റ് പെർസെൻറ്റ് 8% ആണ്. അപ്പോൾ എസ് പി എങ്ങനെ കാണുക? എസ് പി is equal to 8,000 ഇൻറ്റു പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മളെങ്ങനെയാണ് 100ൻ്റെ കൂടെ 8 ആഡ് ചെയ്യും. അപ്പോൾ 108 ഡിവൈഡഡ് ബൈ 100. പ്രോഫിറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യും 100. ഇനി ഇത് കട്ട് ചെയ്ത് ഇത് രണ്ടും പോകും. അപ്പോൾ 108-നെ 108 ഇൻറ്റു 8 എത്ര കിട്ടുക? 108 ഇൻറ്റു 8 64 6 8. പിന്നെ അപ്പോൾ ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 864 എന്ന് കിട്ടും. 80 അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്രയും റുപ്പീസാണ് കിട്ടുക അതിൻ്റെ എസ് പി. അപ്പോൾ വി സി ആറിൻ്റെ എസ് പി 7,680 കിട്ടി. ടി വിയുടെ എസ് പി 8,640 കിട്ടി. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് രണ്ടും കൂടി ഒന്നിച്ചുള്ള ട്രാൻസാക്ഷനിൽ ലോസ് ആണോ നമുക്ക് ഉണ്ടായിട്ടുള്ളത്, ഗെയിൻ ആണോ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ
കമ്പൈൻഡ് എസ് പി എത്രയാണ്? വി സി ആറിൻ്റെ എസ് പി 7680. കമ്പൈൻഡ് എസ് പി എന്ന് പറഞ്ഞാൽ വി സി ആറിൻ്റെ എസ് പി 7680 പ്ലസ് ടി വിയുടെ എസ് പി 8640. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7680, മറ്റത് 8640. അപ്പോൾ 0, 8, 12, റിമൈൻഡർ 1, 12, 13, റിമൈൻഡർ 1, 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റുപ്പീസ് 16,320. അതാണ് കമ്പൈൻഡ് എസ് പി കിട്ടിയത്. ഇനി കമ്പൈൻഡ് സി പി കാണണം. കമ്പൈൻഡ് സി പി അതെത്രയാ? രണ്ടും വാങ്ങിയത് 8000 രൂപയ്ക്കല്ലേ വാങ്ങിയത്? വി സി ആറിന് 8000 രൂപ, ടി വിക്കും 8000 രൂപ. അപ്പോൾ എത്രയാ? 16,000 രൂപയാണ് നമ്മുടെ സി പി. അപ്പം നമുക്കിവിടെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ? കമ്പൈൻഡ് എസ് പി 16,320, കമ്പൈൻഡ് സി പി 16,000. അപ്പോൾ ഇതിലേതാ വലുത്? എസ് പി വലുത്. നമ്മൾ വിറ്റിട്ടുള്ള വിലയാണ് വലുത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റാണ്. വാങ്ങിയതാണ് സി പി. വാങ്ങിയത് 16,000-നാണ് രണ്ടെണ്ണം കൂടിയിട്ട് വാങ്ങിയത്. രണ്ടെണ്ണം കൂടി കമ്പൈൻഡ് ആയിട്ട് വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 16,320 രൂപ കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ഉള്ളത്? അപ്പോൾ എസ് പി വലുതായതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ ഏതാ വലുത്? അപ്പോൾ ദെർഫോർ കമ്പൈൻഡ് എസ് പി ഗ്രേറ്റർ ദാൻ കമ്പൈൻഡ് സി പി. സി പിനേക്കാളും വലുതാണ് എസ് പി. അപ്പോൾ നമുക്ക് therefore there is gain in the whole transaction. ഓൾ ട്രാൻസാക്ഷനിൽ നമുക്ക് എന്താ ഉള്ളത്? ഗെയിൻ ഉണ്ടായത്, ലാഭം ഉണ്ടായത്. അതായത് വിറ്റത് ഇത്ര രൂപയ്ക്ക്, വാങ്ങിയത് ഇത്ര രൂപയ്ക്ക്. എത്ര രൂപ നമുക്ക് ഗെയിൻ കിട്ടി? ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 320 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അത്രയും പ്രോഫിറ്റ് കിട്ടി. അപ്പം നമുക്ക് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾക്ക് കാണേണ്ടത് ഗെയിൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ്. ലോസ് ആണെങ്കിൽ ലോസ് പെർസെൻറ്റേജ്, ഗെയിൻ ആണെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് കാണാനാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗെയിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് കാണുന്നതിന് മുമ്പ് ആദ്യം ഗെയിൻ കാണണം. എത്ര ലാഭം ഉണ്ടെന്ന് കാണണം. അപ്പോൾ ഗെയിൻ എത്ര കിട്ടിയേ? കമ്പൈൻഡ് ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? കമ്പൈൻഡ് എസ് പി മൈനസ് കമ്പൈൻഡ് സി പി. കമ്പൈൻഡ് എസ് പി കമ്പൈൻഡ് സി പി മൈനസ് സി. അപ്പോൾ എത്ര രൂപ ലാഭം കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവും. അത് 16,320 ആണ് കമ്പൈൻഡ് എസ് പി, മൈനസ് 16,000 ആണ് നമ്മുടെ കമ്പൈൻഡ് സി പി, ഈക്വൽ ടു. അപ്പോൾ എത്ര റുപ്പീസ് ലാഭം കിട്ടിയിട്ടുണ്ട്? ഇത് മൈനസ് ചെയ്താൽ 320 റുപ്പീസ് നമുക്ക് ഗെയിൻ കിട്ടി. അപ്പോൾ ഗെയിൻ കിട്ടി. ഇനി ഗെയിൻ പെർസെൻറ്റേജ് കാണണം. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് ലോസ്, അപ്പോൾ നമുക്ക് സംഭവിച്ചത് ഗെയിനാണ്. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് കാണാം. എങ്ങനെയാണ് ഗെയിൻ പെർസെൻറ്റേജ് കാണാം? ഗെയിൻ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു കിട്ടിയിട്ടുള്ള, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇതാണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് 320 റുപ്പീസാണ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100, അത്രയും പെർസെൻറ്റേജാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? പ്രോഫിറ്റ് എത്രയാണ്? 320 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ രണ്ടെണ്ണത്തിൻ്റെയും കൂടി സി പി എത്രയാണ് കിട്ടുന്നത്? സി പിക്കാണ് നമ്മൾ പഠിച്ചു പ്രോഫിറ്റും ലോസും കണക്കാക്കുക സി പിക്കാണ്. അപ്പോൾ 16,320 ഡിവൈഡഡ് ബൈ 16,000 ഇൻറ്റു 100, അത്രയും പെർസെൻറ്റേജാണ് ഗെയിൻ പെർസെൻറ്റേജ് എന്ന് കിട്ടുക. അപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ സി പിക്കാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണക്കാക്കുക ഇൻറ്റു 100 ഈക്വൽ ടു. ഇവിടെ ഇതൊക്കെ കട്ട് ചെയ്യാം. ഇത് രണ്ടും ഇതും പോവും. ഇത് അപ്പോൾ എത്ര കിട്ടുക? 32/16 ഉള്ളൂ. 32/16 എത്ര? 16 കൊണ്ട് വെട്ടിക്കളഞ്ഞാൽ 32 16 2 ടൈംസ്. അപ്പോൾ 2% എന്നാണ് വരിക. അപ്പോൾ എത്രയും ഗെയിൻ പെർസെൻറ്റേജ്?
അപ്പോൾ നമുക്ക് അവസാനം ഗെയിൻ പെർസെൻറ്റേജ് 2% ആണ് കിട്ടിയത്. അപ്പോൾ ഹെൻസ് ദ ഗെയിനാണ് കിട്ടിയില്ല. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് കണ്ടു നമ്മൾ. ഗെയിൻ പെർസെൻറ്റ് ഓൺ ദ ഹോൾ ട്രാൻസാക്ഷൻ ഈസ് എത്ര പെർസെൻറ്റേജാ? 2%. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഹോൾ ട്രാൻസാക്ഷനിൽ എത്ര പെർസെൻറ്റേജാ ഗെയിൻ. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, രണ്ടെണ്ണത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ SP കണ്ടു. ഒരെണ്ണം ലോസിനാണ് വിറ്റത്, ഒരെണ്ണം പ്രോഫിറ്റിനാണ് വിറ്റത്. രണ്ടെണ്ണത്തിൻ്റെ SP സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. എന്നിട്ട് ആ രണ്ടിൻ്റെയും കൂടി SP ആഡ് ചെയ്തു, രണ്ടിൻ്റെയും കൂടി CP ആഡ് ചെയ്തു. അപ്പോൾ SP വലുതായതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റാണെന്ന് മനസ്സിലായി. ആ പ്രോഫിറ്റ് എത്രയായിരുന്നു? പ്രോഫിറ്റ് SP-ന്ന് CP മൈനസ് ചെയ്തു. SP-ന്ന് ഇത് 60,000 SP-ന്ന് 16,320 16,000 അല്ലേ CP. രണ്ടെണ്ണത്തിൻ്റെയും കൂടി മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 320. അതാണ് പ്രോഫിറ്റ് എന്ന് കിട്ടി. ഈ പ്രോഫിറ്റ് കിട്ടാൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഏതിനായാലും അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗെയിൻ ആയതുകൊണ്ട് ഗെയിനിൻ്റെ പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഗെയിൻ ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100%. അപ്പോൾ നമുക്കിത് 2% കിട്ടി. അപ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷനിൽ രണ്ട് സാധനവും കൂടി നമ്മൾ TV VCRും കൂടി വിറ്റപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഗെയിൻ കിട്ടി? 2% ഗെയിൻ കിട്ടി. ഇത് നിങ്ങളെപ്പോഴും ഓർക്കണം. ഗെയിൻ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും CPക്കാണ് കാണേണ്ടത്. CP ആണ് ഇവിടെ എഴുതേണ്ടത്. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP. ലോസ് ആണെങ്കിലും ലോസ് ഡിവൈഡഡ് ബൈ CP ആണ് അടിയിൽ എഴുതുക. അത് ഓർക്കണം. ഓക്കെ. അടുത്തത് 6th ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് എ സെയിൽ എ ഷോപ്പ് ഓഫേർഡ് എ ഡിസ്കൗണ്ട് ഓഫ് 10. നമ്മൾ കണ്ടിട്ടില്ലേ, ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ട് 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഷോപ്പിൽ. ഓൺ ദ മാർക്കറ്റ് പ്രൈസ്, അതായത് ആ ഡ്രസ്സുകളുടെ കടയാണ്, അവിടെ 10% ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാർക്കറ്റ് പ്രൈസിനാണ് 10% ഡിസ്കൗണ്ട് ഫോർ ഓൾ ഐറ്റംസ്. എല്ലാ ഐറ്റംസിനും 10% ഡിസ്കൗണ്ട്. വാട്ട് വുഡ് ബി എ കസ്റ്റമർ ഹാവ് ടു പേ ഫോർ എ പെയർ ഓഫ് ജീൻസ് മാർക്ക്ഡ് അറ്റ് ₹1,450. എ പെയർ ഓഫ് ജീൻസ്, ഒരു പെയർ ജീൻസ്, അതായത് രണ്ട് ജീൻസിന് ₹1,450 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 ഷർട്ട് മാർക്ക്ഡ് അറ്റ് ₹850 ഈച്ച്. 2 ഷർട്ട്, രണ്ട് ഷർട്ടുകളും എടുത്തു അയാൾ. ഈ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇത് നിങ്ങൾക്ക് തെറ്റണത്. ജീൻസിൻ്റെ ഒരു പെയർ ഓഫ് ജീൻസിൻ്റെ വിലയാണ് എന്ത്? 1,450. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, 2 ഷർട്ട് മാർക്ക്ഡ് അറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും 2 ഷർട്ടിൻ്റെ വിലയാണ് 850. പക്ഷേ അല്ല, അവസാനം ഒരു വേർഡ് പറഞ്ഞിട്ട് ഈച്ച്. ഓരോന്നിനും 2 ഷർട്ടുകൾ അയാളെടുത്തു, അതിലത്തെ ഓരോന്നിനും 850 രൂപ കൊടുക്കണം. അപ്പോൾ ഈ വേർഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റിപ്പോവും. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? 10% ആണ് അവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്, ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഇവിടെ പ്രോഫിറ്റ് അല്ല, നമ്മൾ ഡിസ്കൗണ്ടാണ്. മറ്റേത് നമ്മൾ എന്താണ്? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആയിരുന്നു. ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വിലത്തിന് CP എന്ന് പറയും, വിൽക്കുന്ന വിലേനെ SP എന്ന് പറയും, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, ആ ഷോപ്പിൽ ഡിസ്കൗണ്ട് ഇട്ടിരിക്കുക. അപ്പോൾ സെയിം സംഭവം തന്നെയാണ്. നമ്മൾ ആ ഇട്ടിരിക്കുന്ന പ്രൈസില്ലേ, നമ്മൾ മാർക്ക്ഡ് പ്രൈസില്ലേ, ആ ഡ്രസ്സിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് നമ്മുടെ CPക്ക് ഈക്വലൻ്റാണ്. പക്ഷെ നമ്മൾ MP എന്ന് പറയും, മാർക്ക്ഡ് പ്രൈസ് എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് MP എന്ന് പറയും. അത് നമ്മുടെ CPക്ക് ഈക്വലൻ്റ് തന്നെയാണ്. അതാണ് അതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട്? 10% ഡിസ്കൗണ്ടിനാണ് നമുക്ക് തരിക. അപ്പോൾ സെയിൽ പ്രൈസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഓരോന്നിൻ്റെയും കാണണം. അപ്പോൾ ഏതിൻ്റെ ആദ്യം കാണണം? ഫോർ എ പെയർ ഓഫ് ജീൻസ്. ഫോർ എ പെയർ ഓഫ് ജീൻസ്, ജീൻസിൻ്റെ MP മാർക്ക് പ്രൈസ് എത്രയാണ്? 2 എണ്ണത്തിന്. ഒരു പെയറിനാണ്. എ പെയർ ഓഫ് ജീൻസ് മാർക്ക്ഡ് അറ്റ് ₹1,450. അപ്പം മാർക്ക്ഡ് പ്രൈസ് അതിൻ്റെ എത്രയാണ് തന്നിട്ടുള്ളത്? ₹1,450 ആണ് തന്നിട്ടുള്ളത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എല്ലാത്തിനും 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എടുക്കണ എല്ലാ സാധനത്തിനും ഡിസ്കൗണ്ട് 10% ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? 10%. നമ്മൾ മറ്റിടത്തൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് ഇവിടെ, വേർഡുകൾ മാറ്റേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. MP ഇത്രയാണ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇത്രയാണ്. അപ്പോൾ നമുക്ക് സെയിൽ പ്രൈസ് കാണാം. നമുക്ക് എത്ര രൂപയ്ക്ക് ആ സാധനം കിട്ടും എന്ന് കണ്ടുപിടിക്കും.
കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സെയിൽ പ്രൈസ് എങ്ങനെ കിട്ടുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതാണ് കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു മാർക്ക് ചെയ്തിരിക്കുന്ന കോസ്റ്റ്? 1450 ഇൻറ്റു 10%. നമ്മളവിടെ ലോസ് എന്ന് പറയുന്ന പോലെ ഡിസ്കൗണ്ടിനാണ് ഇവിടെ കൊടുക്കുന്നത്, കുറവിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? 100ൽ നിന്ന് 10 പ്ലസ് CO മൈനസ് CO. അതായത് നമ്മൾ അവിടെ എന്താ ചെയ്ത്, പ്രോഫിറ്റ് ആണെങ്കിൽ 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 100ൻ്റെ കൂടെ പ്ലസ് ചെയ്ത് 110 എന്നിടും. 10% ലോസ് ആണെങ്കിൽ 90 എന്നിടും. പക്ഷെ ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലോസാണ്, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100 എന്ന് 10 പോയാൽ 90/100 എന്നാണ് എഴുതുക സെയിൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 90/100 എന്ന് എഴുതും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 0 0 ഈ 0 പോയി. ഇനി എന്താ ഉള്ളത്? 145 ഇൻറ്റു 9. അപ്പോൾ എത്ര കിട്ടുക? 45 4 36 പ്ലസ് 4 40 റിമൈൻഡർ 4 9 പ്ലസ് 4 13. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെയിൽ പ്രൈസ് ₹1305 എന്ന് കിട്ടും. അപ്പോൾ ഒരു പെയർ ഓഫ് ജീൻസിൽ മാർക്ക് പ്രൈസ് 1450 ആയിരുന്നു. നമ്മളതിന്ന് 10% മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ആ പെയർ ഓഫ് ജീൻസ് എത്ര രൂപയ്ക്ക് കിട്ടും? 1305 രൂപയ്ക്ക് കിട്ടും. ഇനി മറ്റേൻ്റെ വില നോക്കാം. ചോദിച്ചുള്ള എന്താ വെച്ചാൽ 2 ഷർട്ട് ഈ വാങ്ങിയ ആൾ ഈ 2 സാധനം വാങ്ങിച്ചുള്ളൂ. ഒരു പെയർ ജീൻസും വാങ്ങി, 2 ഷർട്ടും വാങ്ങി. അപ്പോൾ അയാൾ എത്ര രൂപ പേ ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലേ? വാട്ട് ഷുഡ് ദ കസ്റ്റമർ ഹാവ് ടു പേ ഫോർ എ പേ? എത്രയാണ് കസ്റ്റമർ പൈസ കൊടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് മറ്റേൻ്റെ കാണാം. 4 2 2 ഷർട്ടല്ലേ വാങ്ങിച്ചേ? 2 ഷർട്ട്സിന് എത്ര രൂപ? MP മാർക്ക് ചെയ്ത പ്രൈസ് എത്രയായിരിക്കും? അതിൻ്റെ ഈച്ചാണ്, ഓരോന്നിന് 850 രൂപയാണ്. അപ്പോൾ ₹850 ഇൻറ്റു 2. 2 ഷർട്ട് വാങ്ങിയില്ലേ? അപ്പോൾ എത്ര രൂപയായി? അപ്പോൾ എത്ര രൂപ അതിന് വേണ്ടി കൊടുക്കണം? 850 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1700 രൂപയായി. അപ്പോൾ 1700 രൂപയായി ഇവിടെ MP. അടുത്തത് നമ്മൾ എഴുതേണ്ടത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. എല്ലാതും നമ്മൾ എത്ര രൂപയ്ക്ക്? 10% ഡിസ്കൗണ്ട് തന്നെയാണ് എല്ലാത്തിനും. അപ്പോൾ സെയിൽ പ്രൈസ് കണ്ടുപിടിക്കാം. സെയിൽ പ്രൈസ് എത്ര വരിക? നമുക്ക് എത്ര കിട്ടിയത്? 2 ഷർട്ടിന് 1700 ആണ് 2 ഷർട്ടിൻ്റെ വില. ഇൻറ്റു 10% കുറവിലാണ് തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? 90/100. അപ്പോൾ ഇതും 2 0 കട്ട് ചെയ്തു. 2 0 കട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 90ലെ 0 കട്ട് ചെയ്യണ്ട. ഈ 2 0 കട്ട് ചെയ്തു, 90 കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ 17 ഇൻറ്റു 9 എത്ര കിട്ടുക? 9 ഇൻറ്റു 7 63 650 ₹53. ഇവിടെ എത്രയുള്ളത്? 90 ആണുള്ളത്. അപ്പോൾ ഒരു 0 കൂടി ഉണ്ട്. 9നെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. പക്ഷേ ഇവിടെ 9 അല്ല, 90 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര രൂപ കൊടുക്കണം? 1000. അതായത് അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ അവിടെ ഇട്ടിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് 1700 ആണ്. നമ്മൾ കൊടുക്കേണ്ടത് 1530 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ് എത്രയായിരിക്കും? ടോട്ടൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ. ടോട്ടൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ. ആദ്യത്തേൽ എത്ര രൂപയായിരുന്നു അയാൾക്ക് കൊടുക്കേണ്ടായിരുന്നത്? 1000 റുപ്പീസ്. ജീൻസ് വാങ്ങിയപ്പോൾ 1350. ഇതെത്രയാണ്? ₹1530. ആദ്യം നമ്മുടെ ജീൻസിന് നമുക്ക് സെയിൽ പ്രൈസ് കിട്ടിയത് 1350. ഇപ്പോൾ 2 ഷർട്ടിന് സെയിൽ പ്രൈസ് കിട്ടിയത് 1530. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ അത്ര രൂപയാണ് അയാൾ കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടുക? 1350 1530 ആഡ് ചെയ്താൽ 0882. സോറി
അപ്പോൾ എത്ര കിട്ടാം നമുക്ക്? സോറി, 1000 നമ്മളുടെ പ്രൈസ് എത്രയായിരുന്നു കിട്ടിയിരുന്നത്? സെയിൽ പ്രൈസ് എത്രയാണ്? ഡിസ്കൗണ്ട് 1305 ആണ്. സോറി, 1305 ആണ് നമുക്കിത്. 1305 ആണ് ജീൻസിൻ്റെ സെയിൽ പ്രൈസ്. 1530 ആണ് ഇതിൻ്റെ സെയിൽ പ്രൈസ്. അപ്പോൾ ഇവിടെ എത്ര വരിക? 1305. അപ്പോൾ 5382. അപ്പോൾ എത്ര നമുക്ക് എത്ര രൂപ കൊടുക്കണം? 2835 രൂപ കൊടുക്കണം. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആദ്യത്തെ ഡ്രസ്സിൻ്റെ ജീൻസിൻ്റെ മാർക്ക് പ്രൈസൊന്നും ഡിസ്കൗണ്ടും തന്നിട്ട് സെയിൽ പ്രൈസ് കണ്ടുപിടിച്ചു. 2 ഷർട്ടിൻ്റെ മാർക്ക് പ്രൈസും ഡിസ്കൗണ്ടും ഉള്ളതിൽ നമ്മൾ സെയിൽ പ്രൈസ് കണ്ടുപിടിച്ചു. ആ 2 സെയിൽ പ്രൈസും കൂടി ആഡ് ചെയ്തു. ഒരെണ്ണത്തിൻ്റെ സെയിൽ പ്രൈസ് 1305, അടുത്തതിൻ്റെ 1530 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ഇത്രയും രൂപയായി. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 10% ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ആ കസ്റ്റമർ 2835 രൂപ കൊടുക്കണം. ഓക്കെ. 7th question. A milkman sold 2 of his buffaloes for ₹20,000 each. അപ്പോൾ ഒരു മിൽക്ക്മാൻ 20,000 ഈച്ച്, 2 ബഫലോനെ 20,000 ഈച്ച് ആയിട്ട് വിറ്റു. ഓൺ വൺ ഹി മെയ്ഡ് എ ഗെയിൻ 5%. അതായത് ഒരെണ്ണത്തിന് വിറ്റപ്പോൾ അയാൾക്ക് 5% ലാഭം, പ്രോഫിറ്റ് കിട്ടി, ഗെയിൻ കിട്ടി. ആൻഡ് ഓൺ ദ അതർ എ ലോസ് ഓഫ് 10%. 10% നഷ്ടത്തിലാണ് വിറ്റത്. 2 ബഫലോനെയും 20,000 രൂപയ്ക്കാണ് വിറ്റത്. പക്ഷെ നമുക്ക് വാങ്ങിയ വില എത്രയാണെന്നതിൽ പറയണില്ല. സെയിൽ അയാൾ ഇത് അതിൻ്റെ എന്താ പറയുക, കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് പറയുന്നില്ല. അയാൾ സെയിൽ ചെയ്ത വിലയാണ് പറയണത്. അയാൾ സെയിൽ പ്രൈസാണ് അയാളുടെ ഇത്. കോസ്റ്റ് പ്രൈസ് എത്ര രൂപയ്ക്ക് വാങ്ങി എന്നിട്ടാണ് 20,000 രൂപയ്ക്ക് വിറ്റത് എന്ന് പറയണില്ല. പക്ഷെ പറയണത് എന്താ വെച്ചാൽ ഒരെണ്ണം 5% ലോസിലും ഗെയിനിലും ഒരെണ്ണം 10% ലോസിലാണ് വിറ്റേന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് ഹിസ് ഓവറോൾ ഗെയിൻ ഓർ ലോസ്. അപ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ ആൾക്ക് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 20,000 എന്ന് പറയുന്നത് എന്താ? അയാൾ വാങ്ങിച്ച വിലയല്ല, CP അല്ല, ഇത് SP ആണ്. അയാൾ 2 എണ്ണത്തിന് വിറ്റു. അപ്പോൾ അയാൾക്ക് ലാഭമോ നഷ്ടമോ കിട്ടിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്കിത് തന്നിരിക്കുന്നത് CP അല്ല, വാങ്ങിച്ച വിലയല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണം. 2 എണ്ണത്തിൻ്റെ CP കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് ബഫലോയുടെ കാര്യം നോക്കാം. 2 വിലയ്ക്ക്, ഒന്നിന് ലോസോ ഒന്നിന് ഗെയിനോ കിട്ടിയിട്ടില്ല. അപ്പോൾ 2 ആയിട്ട് തന്നെ കാണണം. ഫസ്റ്റ് ബഫലോൻ്റെ SP എത്രയാണ്? SP ആണ് കേട്ടോ, അത് CP അല്ല, SP ആണ്. SP = അയാൾ വിറ്റത് ഈ വിലയ്ക്കാണ്, 20,000 രൂപയ്ക്കാണ് അതിൻ്റെ SP. അതിൻ്റെ ഗെയിൻ പെർസെൻറ്റേജ്, അയാളെ ഗെയിനിനെ വിറ്റ്, പ്രോഫിറ്റിനാണ് വിറ്റത്. അപ്പം ഗെയിൻ പെർസെൻറ്റേജ് എത്ര അയാൾക്ക് കിട്ടിയത്? ഗെയിൻ പെർസെൻറ്റ് = 5% ആണ് അയാളുടെ ഗെയിൻ. ഇനി നമ്മൾക്കൊരു ഫോമുല അറിയാം. SP കാണാനുള്ള ഫോമുല എത്ര നേരം നമ്മൾ ചെയ്തിരുന്നത് അങ്ങനെയാണ്. വാങ്ങിച്ചിട്ട് ഇത്ര പ്രോഫിറ്റിന് വിൽക്കുമ്പോഴുള്ള വിലയെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അയാൾ വിറ്റ വിലയാണ് തന്നിട്ടുള്ളത്. നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചതെന്നറിയില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കറിയുന്ന ഫോമുല എങ്ങനെയാണ്? SP കാണാനായിരുന്നെങ്കിൽ CP × ഇത് ഗെയിനല്ലേ, അപ്പോൾ 100ൻ്റെ കൂടെ 5 ആഡ് ചെയ്യണം. 105 ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെയായിരുന്നു കാണേണ്ടത്, SP ആയിരുന്നു കാണേണ്ടതെന്ന് വെച്ചാൽ. പക്ഷേ ഇവിടെ SP ആണ് തന്നിട്ടില്ല, CP ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുവരണം. നേരത്തെ ഒരു പ്രോബ്ലം അങ്ങനത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. CP ആണ് കണ്ടത്. അപ്പോൾ CP ഒരു =ൻ്റെ ഒരു പ്ലേസിൽ നിർത്തിയിട്ട് ഇതിനെ SP-യുടെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇത് SP-യുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താവും? 105/100 നമ്മൾ റെസിപ്രോക്കൽ എഴുതും. 100 മുകളിലും, അല്ലെങ്കിൽ നമുക്കറിയാം ഈ പിന്നെ എന്താ പറയുക, =ൻ്റെ അപ്പുറത്തേക്ക് ഡിവൈഡ് ഇൻറ്റു ആയി മാറും, ഇൻറ്റു ചെയ്തിരുന്നത് ഡിവൈഡായി മാറും. ഇത് റെസിപ്രോക്കൽ എഴുതേണ്ടത്. അപ്പോൾ CP ഒരു സൈഡിൽ നിർത്തി, SP ആണ് മറ്റേ സൈഡിലുള്ളത്. SP-യുടെ അവിടേക്ക് ഇത് കൊണ്ടുവന്നാൽ ഇതെന്താവും? 100/105 ആവും. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുത്തെ SP എത്രയായിരുന്നു? 20,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 105. അപ്പോൾ നമുക്കത് വലിയ നമ്പറാണ്. 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടുക? 2 1
100-ൽ 5 20 ടൈംസ് പോകും. 100-ൽ 20, ഇതിൽ 21 പോകും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 21 അല്ലെങ്കിൽ ഇതിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ കാൽക്കുലേഷൻ ചെയ്യുക. ആൻസർ ഞാൻ പറഞ്ഞുതരാം. 1947. 20,000 എന്നുള്ളത് അയാൾക്ക് എത്രയായിരിക്കും? ലോസ് അല്ലേ അയാൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പം 90,047 റുപ്പീസ് 60 പ്രൈസ്. അത്ര രൂപയാണ് അയാൾക്ക് ആദ്യത്തെ ബഫല്ലോ ലോസിൽ കൊടുത്തപ്പോൾ കിട്ടിയത്. 20,000-ന് ആണ് അല്ല, അയാൾ എത്ര ഗെയിന്, സോറി, അയാൾ വിറ്റത് എത്രയാണ്? 20,000 രൂപയ്ക്കാണ് അയാൾ ആ ബഫല്ലോനെ വിറ്റത്. അപ്പോൾ അയാൾ വാങ്ങിയത് അതെത്ര, അതായത് സി പി എത്ര രൂപയ്ക്ക് അയാൾ വാങ്ങിയിരുന്നത്? 19,047.6 റുപ്പിക്കാണ് അയാളത് വാങ്ങിയത്. അയാൾക്ക് അവിടെ ഗെയിൻ ഉണ്ടായി. ഇനി സെക്കൻഡ് ബഫല്ലോൻ്റെ കാര്യം നോക്കാം. സെക്കൻഡ് ബഫല്ലോൻ്റെ അതിൻ്റെയും എസ് പി എന്തുതന്നെയാണ്? രണ്ടിനെയും 20,000 രൂപയ്ക്കാണ് വിറ്റത്. 20,000 അവിടെ നമുക്ക് ലോസാണ് ഉണ്ടായിട്ടുള്ളത്. ലോസ് പെർസെൻറ്റേജ് എത്രയാണ് തന്നിട്ടുള്ളത്? 10% ലോസാണ്. 10% ലോസ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ എസ് പി ആണ് തന്നിട്ടുള്ളത്. സി പി ഇൻറ്റു 105/100 എന്ന് എഴുതിയതുപോലെ ഇവിടെ ഗെയിൻ ആയതാണ് 105 എഴുതിയത്. ഇവിടെ ലോസ് ആയത് 10% ലോസ് ആയ കാരണം നമ്മൾ എന്ത് എഴുതേണ്ടത്? 90/100 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അതുപോലെ സി പി ഇവിടെ നിർത്തിയിട്ട് ഇതിനെ എസ് പിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ 100/105 വന്നതുപോലെ നമുക്കിവിടെ എന്ത് വരും? എസ് പി ഇൻറ്റു 100/90 എന്ന് വരും. 10% ലോസ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഇവിടെ എഴുതാം. ഈ സെക്കൻഡ് ബഫല്ലോൻ്റെ കാര്യത്തിലാണ് സി പി ഈസ് ഈക്വൽ ടു എസ് പി ഇൻറ്റു 100/90. 10% ലോസ് ആയതുകൊണ്ട് ഈക്വൽ ടു എസ് പി ഇവിടെ എത്ര തന്നെയാണ്? 20,000 ഇൻറ്റു 100/90. ഇവിടെ 5 കൊണ്ട് കിട്ടുമ്പോൾ എത്ര പ്രാവശ്യം കിട്ടും? 1 14 8. അപ്പോൾ 18 ടൈംസ് പോവും. ഇവിടെ 20. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. റുപ്പീസ് 22,222 ചെയ്ത് നോക്കണം. 0.2 കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ലാഭത്തിലാണ് വിറ്റത്. അതായത് അയാൾക്ക് വിറ്റത് 20,000-നാണ് വിറ്റത്. പക്ഷെ അയാൾ വാങ്ങിയത് എത്ര രൂപയ്ക്കായിരുന്നു? 22,222.2. അത്രയ്ക്കാണ് അയാളത് വാങ്ങിയത്. അതുകൊണ്ടാണ് അയാൾക്ക് 10% എന്ത് കിട്ടിയത്? ലോസ് ആയത്. ഓക്കെ. അപ്പം നമുക്ക് കമ്പൈൻഡ് സി പി കാണണം. രണ്ടിനെയും അയാൾ വിറ്റത് 20,000-ലാണ്. പക്ഷേ ഒരെണ്ണത്തിനെ വാങ്ങിയത് 19,470.6-നും ഇതിനെ വാങ്ങിച്ചത് 22,222-ആണ്. അപ്പോൾ കമ്പൈൻഡ് സി പി എത്രയാണെന്ന് നോക്കണം. ഈ കമ്പൈൻഡ് സി പി എത്രയാണ്? 90,047.6 222.2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 8 9 6 2 11 3 4 41,269.8. അത്രയും റുപ്പീസാണ് കമ്പൈൻഡ് സി പി. ഇനി കമ്പൈൻഡ് എസ് പി എന്ന് പറഞ്ഞാൽ രണ്ടും 20,000-നാണ് അയാൾ വിറ്റത്. അപ്പോൾ എത്ര കിട്ടും? 40,000 അല്ലേ? 20,000 കൂടി ആകുമ്പോൾ 40,000 റുപ്പീസ്. 40,000. അപ്പോൾ ഏതാ കൂടുതൽ? അയാൾ വിറ്റത് 40,000. രണ്ടെണ്ണത്തിനെയും കൂടി വിറ്റതല്ലേ സെല്ലിംഗ് പ്രൈസ് 40,000-നാണ് അയാൾ സെയിൽ ചെയ്തത്. അയാൾ വാങ്ങിയത് എത്രയ്ക്കാന്ന് ആൾ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചത്. രണ്ടിൻ്റെയും സി പി കണ്ടുപിടിച്ചതാണ്. പിന്നെന്താ പറയുക, ഗെയിനും ഇത് ലോസിനുമാണ് വിറ്റതെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഈ സി പി രണ്ടാണ് കോസ്റ്റ് പ്രൈസ് രണ്ടും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പോൾ 41,269.8 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അയാൾ 40,000-ന് രണ്ടെണ്ണത്തിനും കൂടി വിറ്റു. അപ്പോൾ അയാൾക്ക് എന്താ ഉണ്ടാവുക? ഇവിടെ സി പി ആണ് വലുത്. അപ്പോൾ അയാൾക്ക് ലോസാണ് ഉള്ളത്. അപ്പോൾ കമ്പൈൻഡ് സി പി ആണ് വലുത്. കമ്പൈൻഡ് സി പി ഗ്രേറ്റർ ദാൻ കമ്പൈൻഡ് എസ് പി. ടോട്ടലായിട്ടുള്ള സി പി ആണ് വലുത്.
അപ്പോൾ therefore there is overall ലോസ്. അയാൾക്ക് ഉണ്ടായിട്ടുള്ളത് ഓവറോൾ എന്താണ്? ലോസ് ഉണ്ടായത്. രണ്ടും കൂടി നോക്കുമ്പോൾ ഒന്നിൽ ലാഭം കിട്ടിയെങ്കിൽ 5% ലാഭം കിട്ടിയില്ലെങ്കിൽ മറ്റേതിൽ 10% അയാൾക്ക് ലോസ് ഉണ്ടായത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ലോസാണ് അയാൾക്കുണ്ടത്. ഇനി വേറെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ഓവറോൾ ഗെയിൻ ഓർ ലോസ്. ഗെയിൻ ഓർ ലോസ് ആണ്, എത്രയാണ് അത് ഒന്നും കൂടി കണ്ടുപിടിക്കണം. ഗെയിൻ ഇപ്പം നമുക്കിവിടെ ലോസാണെന്ന് മനസ്സിലായി. അപ്പോൾ ഓവറോൾ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓവറോൾ ലോസ് ഈക്വൽ ടു ഓവറോൾ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ? സി പി അല്ലേ വലുത്? കമ്പൈൻഡ് സി പി എഴുതണം കേട്ടോ. സി പി മൈനസ് എസ് പി ചെയ്യണം. കമ്പൈൻഡ് സി പി മൈനസ് കമ്പൈൻഡ് എസ് പി ആണ് കേട്ടോ. അപ്പം 41,269.8 എന്ന് എന്ത് മൈനസ് ചെയ്യണം? 40,000 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ഇതല്ലേ വരുള്ളൂ. 1,269.8 അത്രയും രൂപ. ഇത് മൈനസ് ചെയ്യുമ്പോൾ 1,289.8 രൂപ ലോസായി 2 ബഫലോനെ വിറ്റപ്പോൾ. അപ്പോൾ ലോസാണ് ഉണ്ടായത്. അപ്പോൾ ഓവറോൾ ലോസ് എന്ന് പറഞ്ഞാൽ 2 സെപ്പറേറ്റ് കണ്ടിട്ട് ഓവറോൾ സി പി കാണണം, 2ൻ്റെയും കൂടി കമ്പൈൻഡ് സി പി കാണണം, രണ്ടെണ്ണം എത്ര എണ്ണം വെച്ചാൽ 2ൻ്റെയും കൂടി കമ്പൈൻഡ് എസ് പി കാണണം. അപ്പോൾ ഏതാ വലുത് നോക്കണം. ഇവിടെ കമ്പൈൻഡ് സി പി ആ വലുത്, അതുകൊണ്ട് ആൾക്ക് ലോസാണ്. അപ്പോൾ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ സി പി നിന്ന് ടോട്ടൽ എസ് പി മൈനസ് ചെയ്യും. അപ്പോൾ ഓവറോൾ ലോസ്, ഇനി ലോസ് പെർസെൻറ്റേജ് കാണണമെങ്കിൽ നമുക്കറിയാം. ഓവറോൾ ലോസാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ അയാളുടെ ലോസ് 1,269.8 ആണ് കിട്ടി. അപ്പോൾ ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.